ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പം ആട്ടോ. എങ്ങനെ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം കുക്കറിൽ. അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അരി 2 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി സവാള വേണം. ഒരു സവാള എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുഞ്ഞുള്ളി എടുക്കാം കേട്ടോ. ഞാനിവിടെ കുഞ്ഞുള്ളി തീർന്നു, അതുകൊണ്ട് സവാള എടുത്തു. കുറച്ച് തേങ്ങ വേണം, പിന്നെ ചെറിയ ജീരകം വേണം, 2 സ്പൂൺ ചോറ് വേണം, 2 ഏലക്ക വേണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരി ഇടാം. അതിലേക്ക് 2 സ്പൂൺ ചോറ് ചേർക്കാം, പിന്നെ 2 ഏലക്ക, ചെറിയ ജീരകം എന്നിവ ചേർക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് നമ്മൾ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം. അതോടെ ഇരുന്ന് ഉരുകട്ടെ. ആ സമയം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് 3 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ കൊത്തിയിരുന്നത് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു ബ്രൗണിഷ് കളറ് ചെറിയൊരു ഇതാകുമ്പോഴത്തേക്കും നമുക്കത് കുറച്ച് കോരി മാറ്റണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് കോരിയെടുത്ത് മാറ്റാം. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലൊരു ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വൈകിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ അരച്ചെടുത്ത് വന്ന പാവിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. അതിട്ട് യോജിപ്പിച്ച് ഇളക്കി എടുക്കണം. ഇനി അതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയത് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ചേർത്ത് കൊടുത്ത് വേഗം തന്നെ ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടേക്ക് വെന്ത് പോകും അരിപ്പൊടി. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. കൊച്ചവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതതിന് അത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ നമ്മുടെ സവാളയൊക്കെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 3/4 ഭാഗത്തോളം നമുക്കത് മാറ്റി എടുക്കാം. ബാക്കി അതിലിരിക്കട്ടെ. നമുക്ക് നമ്മുടെ മാവ് അതിലേക്ക് കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. മാറ്റി വെച്ചേക്കുന്ന തേങ്ങയും സവാളയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുകളിൽ ഇങ്ങനെ ഫില്ലായിരുന്നുള്ളൂ. അപ്പോൾ താഴെയുണ്ട്, മുകളിലുണ്ട്. നമുക്കൊരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുറച്ചിട്ട് വേവിക്കണം കേട്ടോ. ആദ്യം ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് അല്ല, 2-3 ഒരു 5 സെക്കൻഡ് കുറച്ച് നേരം നല്ല ഫുള്ളിലിട്ടിട്ട് അത് മൂടി വെച്ചിട്ട് കുറച്ചിടണം, സിമ്മിലിടണം കേട്ടോ. ഒരു 10 മിനിറ്റ്. നിങ്ങളുടെ പാത്രം അലുമിനിയം ആണെങ്കിൽ ഇങ്ങനെ മതി, അല്ലെങ്കിൽ സ്റ്റീലൊക്കെ ആണെങ്കിൽ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിലാട്ടോ നമുക്ക് കുക്കർ വയ്ക്കാൻ പറ്റുള്ളൂ. സ്റ്റീൽ പാത്രമാണെങ്കിൽ. അലുമിനിയം ആണെങ്കിൽ കട്ടിയുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി. അതാ നമ്മുടെ 10 മിനിറ്റിന് ശേഷം തന്നെ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കത് കുക്കറിൽ നിന്ന് മാറ്റാം. എങ്ങനെയുണ്ട് നമ്മുടെ പലഹാരം? അടിപൊളിയായിട്ടില്ലേ?
നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കലത്തപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. നല്ല നല്ല സോഫ്റ്റും നല്ലതുമായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്